ഞാൻ ചെന്ന് ശങ്കർ സാറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ശങ്കർ സാറില്ല അവിടെ. മലയാളിയാണ് വിമൽ, ഒരു പയ്യനുണ്ട്, ജയറ എന്ന് പറഞ്ഞ അസോസിയേറ്റാണ്, മലയാളിയാണ്. പിന്നെ എല്ലാവർക്കും മലയാളം അറിയാവുന്ന ആൾക്കാരാണ്, എല്ലാവരും നല്ല പെരുമാറ്റം. പിന്നെ സായിയാണ് കോസ്റ്റ്യൂം, സായിയൊക്കെ നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ള. പട്ടൺ റഷീദാണ് മേക്കപ്പ് ഒക്കെ. നമ്മുടെ റഷീദായിട്ട് കൂടെ പഠിച്ച ഞങ്ങൾ ക്ലാസ്മേറ്റാണ്, ഓഫീസ് സിറ്റി ഹൈസ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ റഷീദുണ്ടായില്ല, റഷീദിൻ്റെ അസിസ്റ്റൻസ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ താടി മീശയൊന്ന് പഠിക്കണം, എന്നിട്ട് സാറ് കാണണം. അപ്പോൾ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞാലേ ഉള്ളൂ, പാടിയും പോകും മീശയും പോകും. ഞാനിങ്ങനെ ആലോചിച്ചു, നോക്കട്ടെ എന്തായാലും അവിടെ എന്തായാലും ഒരു ദിവസം എടുത്തോളാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ സാർ അവർ പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്തിട്ട് ഇത് വേണിച്ചേട്ടൻ്റെ ഡ്രസ്സ് തന്നു. അപ്പോൾ വേണിച്ചേട്ടൻ നല്ല കുമ്പുണ്ട്, എനിക്ക് ഇപ്പോഴും അന്ന് വയറില്ല. അപ്പോൾ അതൊക്കെ അവർ വച്ച് കെട്ടി ഫോട്ടോ അയച്ചു കൊടുത്തു. ഒക്കെ പറഞ്ഞ് അവർ 2 പേപ്പർ അയച്ചത് പഠിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ വീഡിയോ ഷൂട്ട് മംഗ്ലീഷിൽ എഴുതി തന്നു, തമിഴ്. കമലഹാസൻ സാറിൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗുകളും ഒക്കെ ഷൂട്ട് ചെയ്തു. ഞാൻ അറിയിക്കാന്ന് പറഞ്ഞു. അന്ന് രാത്രി അന്ന് തന്നെ തിരിച്ചു വിട്ടില്ല. രാവിലെ 9:30-10 മണിക്ക് ആയിരുന്നു, വൈകിട്ട് 5 മണിയുടെ ഫ്ലൈറ്റ് തിരിച്ചു പോകണം. വിളിക്കാന്ന് പറയും. വിളിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഉണ്ടല്ലോ, നമ്മളും എല്ലാവരോടും പറയാം അറിയിക്കാട്ടോ. അപ്പോൾ പോയി ആടിയും പോയി മീശയും പോയി. ഞാൻ ഇങ്ങ് വന്നു. കിട്ടുന്നത് വിചാരിച്ച ഒരു പ്രതീക്ഷയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ ഒരു എഗ്രിമെൻ്റ് ഇട്ട് അത് വായിച്ച് സൈൻ ചെയ്ത് കുറേ ഡേറ്റുകൾ. അപ്പോൾ എമൗണ്ട് കാര്യം എമൗണ്ട് വളരെ മോശം എമൗണ്ടാണ്. അന്ന് ഞാൻ നോക്കിയില്ല, ഒരു കമലഹാസൻ്റെ കൂടെ ഒരു വർക്ക് എന്നാണ് ആഗ്രഹിച്ചത്.